പിന്നെ മൂക്കിലൂടെയും വായിലൂടെയും ട്യൂബ് ഇട്ടുകൊണ്ടാണ് ആഹാരം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ ഒരു ശരിക്കും ചില ഇടയ്ക്ക് സമയങ്ങളിൽ ഇയാൾക്കൊരു അർത്ഥബോധാവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്, പിന്നീട് അത് പോവുകയും ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ കണ്ടീഷനിൽ ഇയാൾക്ക് ഹൃദയാഘാതം സംഭവിക്കുകയോ ഇൻഫെക്ഷൻ ബാധിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അയാളെ നാം തിരിച്ചു കിട്ടുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ, ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇയാൾക്ക് കോമാ സ്റ്റേജിലേക്ക് പോകേണ്ടി വരും. കോമാ സ്റ്റേജിൽ ആവുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഈ അഫാൻ ഒരു ശിക്ഷയും അനുഭവിക്കുന്നില്ല. ശിക്ഷ അനുഭവിക്കുന്ന മുഴുവൻ ഇയാളുടെ കൂടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥരായിരിക്കും. ഇയാളെ നോക്കണ്ടേ, ഒരു പ്രതി അല്ല പ്രതിയെ നോക്കണ്ടേ? കോമാ സ്റ്റേജിൽ കിടക്കുന്ന പ്രതി എത്ര കാലം ജയിൽ വകുപ്പ് നോക്കേണ്ടി വരും? എത്ര കാലം നോക്കേണ്ടി? അയാൾ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് ഒരു ഡോക്ടർ വിധി എഴുതി ഒടുവിൽ നമ്മുടെ സുപ്രീം കോടതി വരെ സമ്മതിക്കണം. ദയാവധം അംഗീകരിച്ച് കൊടുക്കേണ്ടി വരും. അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലാതെ മറ്റൊരു പരിപാടി ഇക്കാര്യത്തിൽ നടക്കില്ല. അത് തന്നെ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു അബോർഷൻ പോലും ഇപ്പോൾ കോടതികൾ അനുവദിച്ചു കൊടുക്കുന്നില്ല.